ഭയങ്കരമായിട്ട് മാനസിക വിഷമമുണ്ട്. നാട്ടുകാരാലും വീട്ടുകാരാലും ഒക്കെ ഞാൻ വെറുക്കപ്പെട്ട ഏരിയയാണ്. ഇവിടെ ഇങ്ങനെ മരുന്ന് മാത്രമേ. കൊടുങ്ങല്ലൂരിനടുത്തുള്ള വെളുത്തക്കടവ് ദാറുസ്സലാം മസ്ജിദ്. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷാനവാസും പള്ളിയിൽ ഏറെക്കാലമായി ജോലി ചെയ്തിരുന്ന ജമാഅത്തെ ഇസ്ലാമി പ്രചാരകൻ കൂടിയായ ലത്തീഫും ചേർന്ന് നടത്തിയ കവർച്ചാ നാടകം. എനിക്ക് 75 വയസ്സായി. എനിക്ക് ഓർമ്മ വെക്കുന്ന കാലത്ത് ഈ റോഡിന്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു ഈ പള്ളി. അത് കൊല്ലിക്കുറ മോമണി സാഹിബിന്റെ പറമ്പിലായിരുന്നു. അപ്പൊ അയാള് ഇത് കൊടുത്തിട്ട് സമ്മതം കൊടുത്തിട്ട് അവിടെ ഉണ്ടാക്കിയിരുന്ന പള്ളിയാണ്. പിന്നെ അത് 74 ആ സ്ഥലം അവര് വിറ്റപ്പോഴ് 10 സെന്റ് സ്ഥലം കൊടുത്തിട്ട് പള്ളി പൊളിച്ച് ഇങ്ങോട്ട് മാറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങോട്ട് പള്ളി വന്നത്. ഈ പള്ളി പണിയുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ്. അന്ന് 12 ആൾക്ക് ഇങ്ങനെ നിൽക്കാവുന്ന 4 വരി ആയിട്ടാണ് പള്ളി പണിത് കൊടുക്കുന്നത്. അപ്പൊ ഈ പള്ളിയിലെ ഉൾപ്പള്ളിയിൽ ഒരു 50 പേര് താഴെ നിൽക്കുള്ളൂ. തട്ടുപള്ളിയാണ് ജുമയിലൂടെ തട്ടുപള്ളി. 90ലാണ് ഇവിടെ സ്ഥിര സംസാരിക്കുന്നത്. ഇത് ആലവനങ്ങ സാഹിബിന്റെ പള്ളി മഹല്ല് എന്റെ കീഴിലുള്ള പള്ളിയാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ ഈ പള്ളി പോയിക്കൊണ്ടിരിക്കുന്നത് സുന്നിയുടെ അനുസരിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. എസ് എൻ പുരം പഞ്ചായത്തിലെ വെളുത്തക്കടവ്. ആ നാട്ടിലെ 150-ലേറെ വീട്ടുകാരുടെ ആരാധനാ കേന്ദ്രമായിരുന്നു വെളുത്തക്കടവ് ദാറുസ്സലാം മസ്ജിദ്. നിസ്വാർത്ഥരായ കുറേ മനുഷ്യരുടെ സംഭാവനകളുടെ ഫലമായി 1974 മുതൽ നിലവിലുള്ള പള്ളി. വിഭാഗീയതകൾ ഒന്നുമില്ലാതിരുന്ന നാട്ടുകാരുടെ നിഷ്കളങ്കത മുതലെടുത്ത് 1998 മുതൽ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ആസൂത്രിത നീക്കങ്ങൾ ആരംഭിച്ചു. 98 ഇവിടെ ജുമാ നമസ്കാരം കൊണ്ടുവരണമെന്ന് ഉള്ളൊരു അഭിപ്രായം വന്നു. അപ്പൊ സ്ത്രീകൾക്കും കൂടി നമസ്കരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സുന്നിയുടെ ആദർശം ഉണ്ടായിട്ടുണ്ട്, ജമാഅത്തിന്റെ ആദർശം പോയിട്ട് മുജാഹിദിന്റെ ആദർശം, യാതൊരു പ്രശ്നങ്ങളില്ലാത്ത പള്ളി, എല്ലാവരും സഹകരിച്ച് പോകുന്നൊരു പള്ളിയാണ്. പള്ളി ഉയർത്തി പണിയാൻ ഈ നാട്ടുകാരിൽ പൈസ ഇല്ല. അതായത് അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള MAT, അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഇതായിട്ട് നിൽക്കുന്ന ഒരു MAT പറഞ്ഞു ഞങ്ങൾ പള്ളി പണിത് തരാം, ഞങ്ങളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം, കമ്മിറ്റി ഉൾപ്പെടുത്തണം എന്നവർ പറഞ്ഞപ്പോൾ അന്നത്തെ പ്രസിഡന്റ് അസ്സം കുഞ്ഞിക്ക ഒരു 50 രൂപയുടെ മുദ്രപത്രത്തിൽ കരാറുണ്ടാക്കി. കരാറിൽ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് വായിക്കാം. ആ കരാറ് ഞങ്ങളിൽ കോപ്പിയുണ്ട്. ആ കരാറിൽ എഴുതിയേക്കുന്നത് മദ്രസ ജമാഅത്തിന്റെ സിലബസ് ആയിരിക്കണം പഠിപ്പിക്കുന്നത്, കുനൂത്ത് പാടില്ല, സുബൈ നിസ്കാരം, മലയാളത്തിൽ കുത്തുബാണ്, സങ്കീർണമായിട്ടുള്ള സക്കാത്ത്, നമസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന പാടില്ല. ഇതാണ് നിബന്ധനകൾ. ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയല്ലത്, ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയല്ലത്. ഇത് ഇവിടെ പണ്ടേയുള്ള സുന്നിപ്പള്ളിയാണ്. പക്ഷെ അവരിനകത്ത് ഇവിടെ ജമാഅത്തുണ്ട്, മുജാഹിദുണ്ട്, സുന്നിയുണ്ട്. ഞങ്ങൾ 3 കൂട്ടരും കൂടി ഒന്നിച്ചെന്ന് ഇതാക്കണത്. പക്ഷെ ഇടക്കാലം വെച്ച് ഞങ്ങളുടെ ഇതിനകത്ത് കൂട്ടിയിരുന്നില്ല. ഇവര് കമ്മിറ്റി ഉണ്ടെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഇവര് സ്വകാര്യതയായിട്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ഇവര് സുബൈ കഴിയുമ്പോൾ 5-6 ആളുണ്ടാവും, അവരൊരു കമ്മിറ്റി കൂടും, അവരെ തീരുമാനങ്ങളാണ്. പണ്ട് ഇത് സുന്നിയായിരുന്നു. എന്റെ ജ്യേഷ്ഠനാണ്, മൂത്ത ജ്യേഷ്ഠനാണ് ഈ മരിക്കുന്നവരെയും ഈ പള്ളി നിലനിർത്തിക്കൊണ്ട് പോയിരുന്നത്. എന്നുവെച്ചാൽ ഒരു സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടായില്ല. എല്ലാ വീട്ടിലും നടന്ന 50 വയസ്സ് 25 വയസ്സൊക്കെയാണ് അന്നത്തെ കാലത്ത് പിരിവെടുത്തിട്ട് ഇത് കൊണ്ടു നടന്നിരുന്നത്, അങ്ങോട്ട് മരിക്കുന്നവരെ. ആലുവയിൽ നിന്ന് പള്ളിയിലും മദ്രസയിലും സേവനത്തിന് വേണ്ടി വന്ന ലത്തീഫ് എന്നയാളാണ് പിന്നീട് ഇവിടെ ഭരിക്കുന്നത്. 90-ല് ഒരു അധ്യാപകനായിട്ട് ഇവിടെ ഒരു ആലുവക്കാരൻ ഇവിടെ വന്നു. അയാളാണ് ഈ ലത്തീഫ് എന്ന് പറയണത്. അങ്ങനെ അയാള് എന്തോ അറബി കോളേജിൽ പോയി ഡിഗ്രിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അയാൾ വന്ന് പിന്നെ ഇവിടെ കല്യാണം കഴിച്ചു കൂടി. പിന്നെ ഇവിടെ കുത്തുബക്ക് നിന്ന ആയ അവസരത്തിലാണ് ഈ യൂസുഫ് മരണപ്പെട്ടത്. യൂസുഫ് ആയിരുന്നു സെക്രട്ടറി. അപ്പൊ സെക്രട്ടറി ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ സെക്രട്ടറി ആയിക്കോളാന്ന് പുള്ളി പറഞ്ഞുകൊണ്ട് സെക്രട്ടറി ആയി. അപ്പൊ ഈ എല്ലാ റെക്കോർഡുകളും അയാളെ കയ്യിലെത്തി. അപ്പൊ സെക്രട്ടറിയിലാണ് റെക്കോർഡുകളൊക്കെ ഇരിക്കുക. അവരും അപ്പൊ അവരെ ഇതും ഒക്കെ കൂടി തീരുമാനിച്ച് ആരും അറിയാതെ, ഈ പ്രസിഡന്റ് പോലും അറിയാതെ ഒപ്പിച്ച കാര്യങ്ങളാണ്. ദീനീ സേവനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ എന്ന നിലയിൽ ലത്തീഫിനെ വിശ്വസിച്ച വെളുത്തക്കടവ് നിവാസികളെ അയാൾ വഞ്ചിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നിടത്തെല്ലാം
നിഷ്കളങ്കനായ പ്രസിഡന്റ് മരക്കാർ ഒപ്പുവെച്ചു കൊടുത്തു. എന്ന് പറയുന്നത് ചതിച്ച് ഒപ്പിടിച്ചാണ്. വായിച്ചൊന്നും കേൾപ്പിച്ചില്ല. ഇതിന് ഈ 1.5 സെന്റ് സ്ഥലം പള്ളിക്ക് തന്നതിന് സാക്ഷി ഒപ്പിടണമല്ലോ, അതിന് അതിനെ കുറിച്ച് വിളിച്ചിട്ടുണ്ട്. അതും പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. പള്ളിക്ക് സ്ഥലം തരുന്നാലെന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലാന്നും പറഞ്ഞു ഞാൻ പോയി. അവിടെ ചെന്ന് ഇവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. വേറെ ആരും എന്റെ അടുത്ത് വന്നില്ല. ഒരാൾ വന്നിട്ട് തന്നെ അവിടെ ഇരിച്ച് ഇതിലൊക്കെ ഇടാൻ പറഞ്ഞു സാക്ഷി. അപ്പൊ എനിക്കറിയാലോ സാക്ഷി എന്ന് പറഞ്ഞാണല്ലോ പള്ളിക്ക് സ്ഥലം കിട്ടണല്ലേ, സന്തോഷത്തോടെ ഒപ്പിട്ടു. ചതിപ്പെടുത്തിയാണ്. അതിനുശേഷം പിന്നെ മിണ്ടാട്ടമൊന്നുമില്ല, കണ്ടിട്ടില്ല, കാണലുമില്ല, മിണ്ടലുമില്ല. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ലഭിച്ച തുക ക്രെഡിറ്റായ അക്കൗണ്ടിൽ 0 ബാലൻസ് എന്ന മെസ്സേജ് വരുമ്പോഴാണ് മരക്കാറിന് തനിക്ക് പറ്റിയ ചതി ബോധ്യപ്പെടുന്നത്. പിന്നെ ഞാനിത് അറിയുന്നത് എനിക്കൊരു മെസ്സേജ് വന്നു, ഈ 0 ബാലൻസ് ആയി എന്നും പറഞ്ഞിട്ട് ഈ അക്കൗണ്ട് മൊബൈലിൽ വന്നു. അപ്പോഴാണ് ഞാൻ അറിയണത്. ഇവിടുത്തെ കമ്മിറ്റി മറ്റുള്ളവരോടൊക്കെ ഞാൻ പറയുകയും ചെയ്തത് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ഇടക്കാലത്ത് വെച്ചാൽ ഈ ഹൈവേക്ക് പൈസ വരണം. പൈസ വരുന്നപ്പോൾ ഈ പള്ളിയുടെ പേരാണ് ആ 3 ആധാരത്തിന്റെ അതേ പേരിൽ പനങ്ങാടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് പൈസ വരുന്നു. ഈ പൈസ വന്നപ്പോ ഇപ്പോഴത്തെ അന്നത്തെ പ്രസിഡന്റായിരുന്ന മക്കാരിക്ക, അന്നത്തെ സെക്രട്ടറി ലത്തീഫ് മാഷ്, വേറെ 3ാമതൊരാളെ ഇവർ MAT നിന്ന് കൊണ്ടുവരുന്നു. റഷീദ്, വെൽഫെയർ പാർട്ടിയുടെ കയ്പമംഗലം പ്രസിഡന്റാണ് അദ്ദേഹം. 2 കോടി എന്റെയും ഈ റഷീദ് മാഷയും പേരിലാണ് അക്കൗണ്ട്. അത് അറിയാല, പാൻ കാർഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് MATയുടെ പാൻ കാർഡ് ഉപയോഗിച്ച് അന്ന് അയാളെ ഈ റഷീദ് മാഷ് എന്ന് പറയുന്ന ആള് MATയുടെ സെക്രട്ടറി ആ കാലത്ത്. അങ്ങനെയാണ് അക്കൗണ്ട് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ സൈൻ ചെയ്യണത് ഞാനും ഈ റഷീദ് മാഷും വന്നു. ഈ ചെക്ക് ബുക്ക് ഇരിക്കുന്നതൊക്കെ ഈ ലത്തീഫിന്റെയിലാണ്. ഏതെങ്കിലും ആവശ്യത്തിന് ഈ ചെക്ക് ആവശ്യം വരുമ്പോ ഇയാള് ബ്ലാങ്ക് ചെക്കായിട്ട് എന്റെ വീട്ടിൽ വരും. ബ്ലാങ്ക് ചെക്കായിട്ട് വീട്ടിൽ വരുമ്പോ ഞാൻ ചോദിച്ചാൽ പറയും ഇത് പ്രോപ്പർട്ടി വാങ്ങണ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവരായിട്ട് എന്തോ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലൊന്നും ഞാനില്ല. അതിന് അവർക്ക് അഡ്വാൻസ് കൊടുക്കാനാണ് എമൗണ്ട് അവിടെ ചെല്ലുമ്പോൾ അവരെഴുതും എന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വരുന്നത്. അപ്പൊ ഞാൻ റഷീദ് മാഷ് ഒപ്പിട്ട ചെക്കല്ലേ എന്ന് എഴുതിയിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കും. അതാണ് സംഭവിച്ചത്. അങ്ങനെ ഒരു 4-5 ചെക്ക് ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്, ഓർമ്മയുണ്ട്. 4-5 ചെക്ക് ഒപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ ഒരു നോട്ടീസ് ഇറക്കി മക്കാരിക്ക, ഉമ്മർക്ക, ഈ മറ്റേ ഷാജി, ഈ 3 നോട്ടീസ് ഇറക്കിയപ്പോഴാണ് ഞങ്ങൾ ഇക്കാത്ത വരെ. അപ്പൊ ഈ നോട്ടീസ് ഇറക്കണതിന്റെ 2 ആഴ്ചപ്പെട്ട് ഞാൻ ലത്തീഫ് മാഷോട് ഈ പള്ളിയിൽ ഇന്നത്തെ ദിവസം മാജിസ്കാൻ ഞാൻ ചോദിച്ചാൽ ഇവിടെ പൈസ കിട്ടിയ ഇല്ല എന്നാണ് പറയും. കാരണം അങ്ങോരെ പിന്തോട്ടം സ്കെച്ചിൽ ഞാൻ ഇറങ്ങിയതപ്പ പള്ളി വകകൾ മാത്രമല്ല, പള്ളി തന്നെയും നഷ്ടപ്പെട്ടു എന്ന സത്യം ആ നാട്ടുകാർ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ ഈ പള്ളിയുടെ നികുതിയുടെ കാര്യത്തിന് വേണ്ടി പോയപ്പോഴാണ് അറിയുന്നത് പള്ളി മസ്ജിദും ഭൂമിയടക്കം രജിസ്റ്റർ ചെയ്ത് പോയിട്ടുണ്ട്. ഉടനെ അന്നത്തെ ഈ ഇവിടുത്തെ സെക്രട്ടറിയുടെ പേരിലേക്കും ജമാഅത്ത് ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡന്റ് ഷാനവാസ് ഖാന്റെ പേരിലേക്കും ഈ പള്ളിയും ഈ സ്ഥലവും രജിസ്റ്റർ ചെയ്ത് ആധാർ രജിസ്റ്റർ അറിയും. ഏത് വർഷത്തില് 2022 ഡിസംബർ 23-ാം തീയതി 2022 ഡിസംബർ 23-ാം തീയതിയാണ് രജിസ്ട്രേഷൻ നടന്നേക്കാം. പൈസ വരുമ്പോൾ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല. നാട്ടുകാർ പ്രതികരിച്ചു തുടങ്ങിയെന്ന് ബോധ്യപ്പെട്ടതോടെ നഷ്ടപരിഹാരമായി ലഭിച്ച തുകയിൽ നിന്ന് പള്ളി വരുമാനത്തിനു വേണ്ടി ഫ്ളാറ്റുകൾ വാങ്ങിയെന്നാണ് ലത്തീഫും സംഘവും പള്ളി കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തിയത്. ഇവര് ബിൽഡിംഗ് എടുത്തെന്ന് പറഞ്ഞു. ഞാൻ എറണാകുളത്ത് സൗത്തിലാണ് ബിൽഡിംഗ് എടുത്തത്. ഞാൻ അവിടെ പോയി നോക്കിയപ്പോ എന്താണ്, ഞങ്ങൾ അതിന്റെ വീഡിയോ ഒക്കെ പിടിച്ചപ്പോ ആ കാശ് കൊടുത്ത് പരിപാലിക്കാൻ പറ്റില്ല. കാരണം വെറും മദ്യക്കുപ്പും ബഹളവും കിട്ടും. അതിന്റെ ഫോട്ടോ എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കും. അത് ഈ ഹൈവേന്റെ പൈസ ഹൈവേന്റെ പൈസ കൊടുത്താൽ അപ്പൊ 2.5 കോടിക്കൊന്നും അവിടെ ബിൽഡിംഗ് ഇല്ല. പക്ഷെ ഇത് 2.5 കോടി എന്ന് പറയുന്നു. നമുക്ക് ഇതിന്റെ ആർക്കും ഇതൊന്നും അറിയില്ല. ഞാനും ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലറാണ്. ആകെ 3 സെന്റ് സ്ഥലവും 2400 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങുകളിലോണം. അങ്ങനത്തെ ഒരു സ്ഥലം അവിടെ ഇല്ല. അത്രയും വിലയില്ല അവിടെ. അത് ബിൽഡിംഗ് സ്ഥലമൊക്കെ അവിടെ ഉണ്ട്, അത്രയും വില അവിടെ ഇല്ല. അപ്പൊ അതിലും ഇവര് വെട്ടിപ്പാട്ടിട്ടുണ്ട്. ഒരു വേള അതെല്ലാം തിരിച്ചു നൽകാമെന്ന് പോലും എഴുതി ഒപ്പിട്ടു നൽകി. പക്ഷേ എല്ലാം ജമാഅത്തിന്റെ കാപട്യങ്ങൾ മാത്രം. അങ്ങനെ ഞങ്ങൾ ഇവരെ ബന്ധപ്പെട്ടപ്പോൾ ഇവർ പറഞ്ഞു നമ്മുടെ ഈ മദ്രസയിലേക്ക് ഇവർ വരാന്ന് പറഞ്ഞു. ഇവര് 11 അംഗ കമ്മിറ്റിക്കാരുണ്ട്. ഇവര് ട്രസ്റ്റിന്റെ കമ്മിറ്റി ഇതേ മദ്രസയിൽ വെച്ച് ഞങ്ങളും അവരുടെ കമ്മിറ്റി ഞങ്ങളുടെ കമ്മിറ്റിയും ഒരു കൂടിയാലോചന നടത്തി. അന്ന് അവർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇത് തരാം, ഇതിനൊരു എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ട് നമുക്കൊരു ചർച്ച നടത്താം. അങ്ങനെ തൊട്ടപ്പുറത്തെ
ഈ സെക്രട്ടറിയുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു കമ്മിറ്റി ചേരുന്നു. അവർ 6 അംഗം, ഞങ്ങൾ 6 അംഗം, ഞങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അവരും കൂടി ഷാനവാസ്കയും എല്ലാവരും പങ്കെടുത്തൊരു വീട്ടിൽ നിന്ന് ചർച്ചയിൽ ഇവർ പറയുന്നു 1 മാസത്തിനുള്ളിൽ അതിന്റെ കോപ്പി വേണമെങ്കിൽ തരാം. 1 മാസത്തിനുള്ളിൽ ഈ മസ്ജിദും ഭൂമിയും ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റിന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് തരാം. 11 മാസം കൊണ്ട് ഇവർ ഈ പണം കൊണ്ടുപോയി വാങ്ങിയ ബിൽഡിംഗ്, എറണാകുളത്ത് വാങ്ങിയ ബിൽഡിംഗ് വിറ്റിട്ട് 2.5 കോടി കുറയാത്ത തുക, അതായത് എന്താണെന്ന് വെച്ചാൽ 2.5 കോടി കഴിഞ്ഞിട്ട് ബാക്കി 26 ലക്ഷത്തോളം അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ സെയിം ഇവിടുന്ന് പോയതാവില്ല, 2.5 കോടി രൂപ നമുക്ക് തരാമെന്ന് പറഞ്ഞു. ആ തരാന്ന് പറഞ്ഞത് ആ ഡേറ്റ് കഴിഞ്ഞിട്ടും നമുക്ക് പൈസ കിട്ടാണ്ടായപ്പോഴാണ് നമ്മൾ ചോദ്യങ്ങൾ വരുന്നത്. 1 മാസവും 2 മാസവും കഴിഞ്ഞിട്ട് പൈസ കിട്ടാത്ത രീതിയിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങളിവിടെ സമരത്തിന്റെ ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഒരു വഖഫ് സമരം സമിതി എന്ന് പറഞ്ഞൊരു രൂപം കൊണ്ട് ഇവിടുത്തെ ഏതാണ്ട് ഒരു 150 കുടുംബങ്ങളോളം ഒരു 10-20 കുടുംബങ്ങൾ, അത് ആളില്ലാത്തതാണ്, ബാക്കി എല്ലാ കുടുംബാംഗങ്ങളും ചേർന്ന് എല്ലാവരുടെ വീട്ടിലും അതിന് മീൻസ് ബുക്കും എല്ലാം റെഡി ആയിക്കൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഒപ്പുശേഖരണമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഓരോ വീട് തോറും ചേർന്ന് ഞങ്ങൾ ഒപ്പുശേഖരണം നടത്തി. ഒരു വീട്ടിൽ 1 അംഗം, ഒരു കാരണവര് വീട് നമ്പറും മൊബൈൽ നമ്പറും വെച്ചുകൊണ്ട് 126 അംഗങ്ങൾ, 126 കുടുംബങ്ങളുണ്ടാവും ഒപ്പിട്ട് തന്ന് അതിന്റെ ഒരു കോപ്പി ഞങ്ങൾ കൊണ്ടുപോയി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, വഖഫ് ബോർഡിൽ ഇവിടുത്തെ പോലീസ് മേധാവികൾക്കും എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ എത്തിച്ചിരുന്നു. ഞങ്ങളുടെ ഇത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിന്ന് കൊണ്ടുപോയ തുക അതേ അക്കൗണ്ടിലേക്ക് തിരിച്ചു തരാം. ഞങ്ങളുടെ മസ്ജിദ് പൊതുവായ മസ്ജിദാണുള്ള സ്ഥലമുള്ള അത് തിരിച്ച് രജിസ്റ്റർ ചെയ്ത് തരാം. ഇതാണ് ഞങ്ങളെ ഇവിടെ ആവശ്യം. വ്യാജ ട്രസ്റ്റ് രൂപീകരണം, ബ്ലാങ്ക് ചെക്കിൽ ഒപ്പുവെപ്പിച്ചത്, ബാങ്ക് അക്കൗണ്ടിലെ തിരിമറികൾ, പണം പിൻവലിച്ചത്, എറണാകുളം നഗരത്തിൽ പണം ഉപയോഗിച്ച് ബിൽഡിംഗ് വാങ്ങിയത്, ആളുകൾ ഒഴിഞ്ഞ തക്കം നോക്കി പള്ളിയുടെ മുറി കുത്തിത്തുറന്ന് രേഖകൾ മോഷ്ടിച്ചത്, ചോദിക്കാൻ വന്ന നാട്ടുകാരെ പുലർച്ചെ ഗുണ്ടകളെ ഉപയോഗിച്ച് മർദ്ദിച്ചത്, ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ അനേകം കാപ്പഡ്യങ്ങൾ നിറഞ്ഞ ഒരു ഉദാഹരണമാണ് വെളുത്തകടവ് പള്ളി. അപ്പൊ എല്ലാം കൊണ്ടും തോന്നാം ഒക്കെ വെട്ടിപ്പോ മനസ്സിലായി. ഇതെന്താ പടച്ച റബ്ബിന്റെ ഭവനം വെച്ചിട്ട് കഴിയുന്നത്. ഞങ്ങൾക്ക് ഈ പള്ളി തിരിച്ചു കിട്ടണം, ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഞങ്ങൾക്ക് അവര് ആദായമുള്ളതൊക്കെ അവരെടുത്തോട്ടെ, ഞങ്ങളെ നിന്ന് കൊണ്ടുപോയ മുതൽ കാശി ആ പള്ളിയും തിരിച്ചെഴുതി തന്നാൽ മതി. ഇത്രേ വേണ്ടു ഞങ്ങൾക്ക്. ഈ പള്ളി ഞങ്ങൾക്ക് കിട്ടുമ്പോൾ 1 ഉറുപ്പ്യ ഈ പള്ളിയിലില്ല. ഒരു ചന്ന മൈതിരി മേടിക്കാൻ 30 ഉറുപ്പ്യ എടുത്താക്കിട്ട് അതുകൂടി ഈ പള്ളിയിലില്ല. ഇതൊക്കെ ഇവര് കൊണ്ടുപോയി. രാഷ്ട്രീയം ഞങ്ങളെപ്പോലുള്ള കൂലിപ്പണികൾക്കും ബാക്കി ചെയ്താണ് ഈ പള്ളി നിർമ്മാണം ചെയ്തത്.